റിവ്യൂ സ്റ്റാർട്ടാവുന്നത് 1 മിനിറ്റ് 16 സെക്കൻഡ് ആകുമ്പോഴാണ്. കുറച്ച് വലിയ വീഡിയോ ആണ്, എല്ലാവരും മുഴുവൻ കാണാൻ ശ്രമിക്കുക. താങ്ക് യു ഇൻ അഡ്വാൻസ്. ഇതിലുള്ള സീൻസൊക്കെ ഓൾറെഡി ട്രെയിലറിലുള്ളതാണ്. ഈ റിവ്യൂ എങ്ങനെ തുടങ്ങണമെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രിയാണ് ഈ സിനിമ കണ്ട് ഇറങ്ങിയത്. എന്നിട്ടും ഇന്നലെ രാത്രി തന്നെ റിവ്യൂ ഇടാം അങ്ങനെ ഒരു ഇതിലാണ് ഫസ്റ്റ് ഡേ തന്നെ പോയത്. പക്ഷേ ഇപ്പം ഞാൻ അവിടെ ഇരിക്കുന്നവരെ ഞാൻ എങ്ങനെ ഈ റിവ്യൂ പറയണം? അതായത് ഞാൻ 2020 ഫെബ്രുവരി സമയത്ത് 5-ാം പാതിര സിനിമേൻ്റെ റിവ്യൂ ഇട്ടിട്ടാണ് ഈ ചാനൽ തുടങ്ങിയത്. അതിൻ്റെ ഇടയിൽ വേറെ പല വീഡിയോകളും എനിക്ക് തന്നെ കാണാൻ പറ്റാത്ത പല വീഡിയോ കണ്ടിട്ട് അരോചകമായിട്ടുള്ള പല വീഡിയോകളും ഞാൻ ഇട്ടിട്ടുണ്ട്. ക്രിഞ്ചായിട്ടുള്ള ചെറു കുട്ടിയാകുമ്പോൾ തുടങ്ങിയ ചാനലാണ്. സോ അതുണ്ടാവും. സോ അതിൻ്റെ ഇടയിൽ ഞാൻ ഇട്ടൊരു വീഡിയോ ആണ് മാസ്റ്റർ എന്ന സിനിമേൻ്റെ റിവ്യൂ. അതിനുശേഷം ഞാൻ പല സിനിമേൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട്. എൻ്റെ റിവ്യൂ പറയുന്ന രീതിയിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ തന്നെ ഒരുപാട് മാറിയിട്ടുണ്ട്. പക്ഷേ അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു വിജയ് സിനിമ കാണുമ്പോൾ, അന്നൊട്ടല്ല വിജയ് സിനിമ കാണാൻ തുടങ്ങിയ പോലെ ഒരു വിജയ് സിനിമ കാണുമ്പോൾ എത്ര പൊട്ടപ്പാടാണെങ്കിലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട്. അത് ഇനി ആ നടൻ ഏത് പൊട്ടപ്പാടാണെങ്കിലും നമുക്ക് കൊടുത്ത പൈസ മുതലാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു നടൻ ഇനി സിനിമയിലില്ല. അങ്ങനെ ഒരു മൊമെൻറ്റിലൂടെയാണ് ഞാൻ ഇന്നലെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത്. ഈ സിനിമയും എനിക്ക് സാറ്റിസ്ഫൈയിങ് ആയിരുന്നു. ഒരു വിജയ് സിനിമ എന്ന രീതിയിൽ ഇത് സാറ്റിസ്ഫൈയിങ് ആയിരുന്നു. ആളുടെ സിനിമയ്ക്ക് വേണ്ട എല്ലാ എലമെൻസും ഈ സിനിമയിലുണ്ടായിരുന്നു. മാസ് എലമെൻസ് ആയിക്കോട്ടെ, ആക്ഷൻ സീൻസ് ആയിക്കോട്ടെ, എല്ലാം, മ്യൂസിക് ആയിക്കോട്ടെ, എല്ലാം ഈ സിനിമയിലുണ്ട്. പിന്നെ ഗോട്ട് അല്ലെങ്കിൽ പുലി അങ്ങനത്തെ സിനിമേനേക്കാളും ഒരുപാട് ബെറ്റർ ആയിരുന്നു. ഗോട്ടൊന്നും കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, വിജയ് ഉള്ളതുകൊണ്ട് നല്ലത് എന്ന് തോന്നും. പക്ഷേ ഈ സിനിമ അങ്ങനെയല്ല. വിജയ് ഇല്ലെങ്കിലും നമുക്ക് കുറച്ചുകൂടി ഇപ്പോൾ ബോബി ഡിയോളിൻ്റെ സീൻസ് ആയിക്കോട്ടെ, ബോബി ഡിയോളിൻ്റെ എൻട്രി സീൻസ് ഒക്കെ ഭയങ്കര യുണീക്കല്ല, വിജയ് സിനിമയിലുള്ള എൻട്രി സീൻസ് വെച്ച് നോക്കുമ്പോൾ നല്ല വില്ലന് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള എൻട്രി മാസ്റ്ററിന് ശേഷം ഇപ്പോഴാണ് കാണുന്നത്. മീൻസ് ഈ അടുത്തിറങ്ങിയ സിനിമകളിൽ. പിന്നെ സിനിമാറ്റോഗ്രഫി, ഗംഭീര സിനിമാറ്റോഗ്രഫി ആയിരുന്നു. രവിവർമ്മനാണ് സിനിമാറ്റോഗ്രഫി എന്നൊരു സംശയമുണ്ട്. ഒരു ഫോറസ്റ്റ് സീനൊക്കെ ഉണ്ട്. അയ്യോ, ഗംഭീര സാധനമുണ്ട് ഫോറസ്റ്റിൽ. ഇങ്ങനെ ഒരു ജസ്റ്റ് മൂപ്പരൊരു കല്ലിൻ്റെ മേലെ ഇരിക്കുകയാണ്. മൂപ്പര് നടന്നു വരുന്ന എൻട്രീനേക്കാളും കിണ്ണ എൻട്രി ആയിരുന്നു. നല്ല രസമായിരുന്നു അത് കണ്ടിരിക്കാൻ, കാണാൻ. അവിടെ അനിരുദ്ധിൻ്റെ ബീജമും അനിരുദ്ധ് ഇങ്ങനെ അതായത് ഇങ്ങനെ പോകേണ്ട സിനിമേനെ, വിജയ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ തന്നെ പോകും സിനിമ. പക്ഷേ വിജയ് ഇല്ലാത്ത കുറച്ച് സീൻ, ഇങ്ങനെ പോകേണ്ട സീനൊക്കെ ഇങ്ങനെ ആക്കിയത് അനിരുദ്ധാണ്. ഇമോഷൻ സീൻസൊക്കെ ഗംഭീരമായിട്ടാണ് അനിരുദ്ധ് ചെയ്തിട്ടുള്ളത്. ആളെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. ആസ് ഓൾവേസ് ഹീ കുക്ക്ഡ് ആൻഡ് ബേൺ ദ ഹോൾ ഹൗസ്. പിന്നെ മമിത ബൈജു ക്ലൈമാക്സിലെ സ്റ്റണ്ട് ആയിക്കോട്ടെ, ഇമോഷൻ സീൻസ് ആയിക്കോട്ടെ, നല്ല രീതിക്ക് തന്നെ ക്യാരി ഔട്ട് ചെയ്തിട്ടുണ്ട്, നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ തിയേറ്ററിൽ തന്നെ വെറുതെ മമിത ബൈജു വെറുതെ നോക്കുമ്പോൾ തന്നെ കളിയാക്കി ചിരിക്കുന്ന എന്തിനാണ് എനിക്കതൊന്നും മനസ്സിലായില്ല. ലൈക്ക് വിജയ് ഫാൻസ് തന്നെ ആണെങ്കിൽ എന്തിനാണ് അത് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായില്ല. നല്ല രീതിക്ക് തന്നെയാണ് ആളിതിൽ ആക്ട് ചെയ്തിട്ടുള്ളത്. ആൾ നല്ല വൃത്തിക്ക് നല്ല രീതിക്കൊരു ഇമോഷൻ സീൻ, ഒരു ഇമോഷൻ ഡയലോഗ് പറയുമ്പോൾ അതിനെ ചിലവർ കളിയാക്കി ചിരിക്കുന്നവർ ഫീൽ ചെയ്തത് വൈ വാട്ട് ബ്രോ, ദിസ് ഈസ് വെരി റോങ് ബ്രോ എന്നായിരുന്നു ഈ സിനിമയിൽ തന്നെ ഡയലോഗാണ്. വിജയൻ്റെ ഒരു പൊളിറ്റിക്കൽ ഡയലോഗാണ്. അപ്പം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. സോ മമത ബൈജു വാസ് ഗ്രേറ്റ് ഇൻ ദിസ് ഫീലിംഗ്.
ആ ക്യാരക്ടറിനെ നല്ല രീതിക്ക് തന്നെ ഷോക്കേസ് ചെയ്യുന്നുണ്ട്. ഭഗവാൻ കേസരിയിൽ ശ്രീലീല ചെയ്തതിനേക്കാളും ബെറ്ററായിട്ട് ചെയ്തിട്ടുണ്ട്. ശ്രീലീല ഒരു മോശം ആക്ട്രസ് അല്ല, ബട്ട് സ്റ്റിൽ ആ സിനിമ മീൻസ് ശ്രീലീല ആ സിനിമ ചെയ്തതിനേക്കാളും ബെറ്ററായിട്ട് ചെയ്തത് മമത ബൈജു ആണ്. അത് അങ്ങനെയാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി, സ്റ്റണ്ടാണെങ്കിലും. പിന്നെ ഈ സിനിമേൻ്റെ എഡിറ്റിങ് പ്രദീപ് രാഘവ്, പുള്ളി ഈ സിനിമേൻ്റെ ലീക്കായിട്ട് ബന്ധപ്പെട്ട് ബാനൊക്കെ ആയിട്ടുണ്ട് ഇൻഡസ്ട്രിയിൽ നിന്ന്. പക്ഷേ ആള് നല്ല എഡിറ്റിംഗ് ആയിരുന്നു. ഇൻ്റർവെലിനൊക്കെ ഒരു സാധനമുണ്ട്, ഇങ്ങനെ ഒരു വിജയൻ്റെ ഇൻ്റർവ്യൂക്ക് ഒരു എഡിറ്റിങ് കൊടുത്തിട്ടുണ്ട്. അത് സീനായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ ഒരു വിജയ് സിനിമ ആകുമ്പോൾ നമ്മൾ ടൈറ്റിൽ കാർഡ് അടിപൊളിയായിരിക്കും, ഇൻ്റർവെൽ അടിപൊളിയായിരിക്കും, ഇൻട്രോ അടിപൊളിയായിരിക്കും, ഫൈറ്റ് അടിപൊളിയായിരിക്കും. അപ്പോൾ അതൊക്കെ അടിപൊളിയാകുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഒരു എന്താ പറയുക, ഒരു മലയാളം പറയാൻ വേണ്ടി ഉദ്ദേശിച്ചാട്ടോ, സാറ്റിസ്ഫാക്ഷൻ്റെ പെട്ടെന്ന് കിട്ടുന്നില്ല. ആ സംതൃപ്തി ഉണ്ട്. അത് ഈ സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എനിക്കത് മതി, അത് ഈ സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ സിനിമ കണ്ടത് ഒരു 1000-1100 പേര് സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള അപ്സരയിൽ നിന്നാണ്, എൻ്റെ ഫേവറേറ്റ് തിയേറ്ററിൽ നിന്നാണ്. അത് വേറെ തന്നെ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി ആ ഒരു തിയേറ്ററിൽ നിന്ന് അത്ര ആൾക്കാരെ കൂടെ ഇരുന്നൊരു വിജയ് സിനിമ കാണാൻ പറ്റൂല. എൻ്റെ ലൈഫിലെ എൻ്റർടൈൻമെൻറ്റ് ഏറ്റവും വലിയ സോഴ്സ്, അറിവിൻ്റെ ഏറ്റവും വലിയ സോഴ്സ് സിനിമയാണ്. ആ ഒരു സിനിമയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളുടെ അവസാന സിനിമ കണ്ടിറങ്ങിയപ്പോൾ ഭയങ്കര ഒരു ഫീലായിരുന്നു. ഞാൻ ഇങ്ങനെ അപ്സരയിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ട് ഒരു 6 കിലോമീറ്റർ എത്താൻ ദൂരമുണ്ട്. ഞാൻ 7 കിലോമീറ്റർ എത്താൻ. അപ്പോൾ ഞാൻ അച്ഛനോട് ഇങ്ങനെ വഴി മുഴുവൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഈ സിനിമയെക്കുറിച്ച് ഇങ്ങനെ വാദവരാതെ സംസാരിച്ചിരിക്കുക. ഞാനിപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ഇതേ ഫീലിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പം എൻ്റെ മുഖത്ത് എനിക്ക് ഒരു സന്തോഷമോ അല്ലെങ്കിൽ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ബിക്കോസ് സിനിമ ഇഷ്ടപ്പെട്ടെങ്കിലും ആളെ ഇനി കാണാൻ പറ്റില്ലല്ലോ. മീൻസ് നമ്മളെ ലൈഫിൽ വേറെ പല ഇതുമുണ്ട്, സിനിമയൊന്നല്ല വലുത്. ബട്ട് സ്റ്റിൽ സിനിമ ഈസ് ഓൾസോ എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ലൈഫ്. ആൻഡ് വിജയ് ഈസ് സിനിമ ഫോർ മീ, അല്ല വാസ് സിനിമ ഫോർ മീ. ഇനി വാസ് എന്നേ പറയാൻ പറ്റൂ. സോ ഞാനങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, അച്ഛനത് കേട്ടോണ്ടിരുന്നു. അച്ഛനും അറിയാം ഇനി വിജയൻ്റെ സിനിമയെ കുറിച്ചൊന്നും ഞാൻ ഇനി പറയുന്നില്ല. എന്താ വെച്ചാൽ ഇനി പറയേണ്ട ഒരു അവസരം എനിക്കില്ല. സോ ആളത് കേട്ടിരുന്നു, സഹിച്ചിരുന്നു. നിങ്ങളിപ്പോൾ സഹിക്കുകയാണ്. ഞാനിപ്പോൾ എന്നെ ഇപ്പോൾ കോളേജിൽ ചേർന്നു, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അവരോടൊന്നും ഞാൻ ഇങ്ങനെ സംസാരിക്കാറില്ല. എനിക്ക് ഞാൻ അടക്കം എൻ്റെ ജനറേഷനിലെ പലർക്കും ഉള്ള ഒരു ഇതാണ്, ഷൈയാണ് എല്ലാവരും. ചില എന്നെപ്പോലുള്ളവരൊക്കെ ഉണ്ട്, എന്ത് സംസാരിക്കും, ആൾക്കാർ എന്ത് വിചാരിക്കും. അപ്പോൾ ഞങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഈ മൊബൈലാണ്. ഈ മൊബൈലും ഇല്ലാണ്ട് പിന്നെ സ്വന്തം വീട്ടിലും അല്ലാണ്ട് ഞാൻ കൈയടിച്ച് അല്ലെങ്കിൽ ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലം തിയേറ്ററുകളാണ്. സോ ഞാൻ എൻജോയ് ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ സിനിമകളാണ്. അത്തരം കൊമേഴ്ഷ്യൽ സിനിമയൊക്കെ ഇപ്പം മരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതൊന്നും കണ്ടിട്ട് കൈയടിക്കാനോ കൊക്കി വിളിക്കാനോ ഉള്ള ഓഡിയൻസ് ഇപ്പോൾ ഇല്ല. ഇപ്പോൾ എല്ലാവർക്കും കണ്ടൻറ് വൈസ്, എനിക്കും കണ്ടൻറ് വൈസ് സിനിമകൾ തന്നെയാണ് ഇഷ്ടം. പക്ഷേ വർഷത്തിലൊരിക്കലൊക്കെ നല്ലൊരു കൊമേഴ്ഷ്യൽ പടങ്ങൾ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ രാജാവായിരുന്നുള്ള വിജയൻ്റെ ലാസ്റ്റ് സിനിമയാണ്. സോ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ കാണാൻ താല്പര്യമുള്ളവർ വേറെ ആരുടെയും അല്ലെങ്കിൽ എൻ്റെ പോലെ അഭിപ്രായം നോക്കേണ്ട ആവശ്യമില്ല, കാണുക. ഒരു പോവാണെങ്കിൽ ഒരു 165 രൂപ അല്ലെങ്കിൽ കുറച്ച് സമയം, അതിൽ കൂടെ പോവില്ല. കാണണം ഞാൻ പറയല്ല, നിങ്ങൾക്ക് താല്പര്യമുള്ളവരോടാട്ടോ ഞാൻ പറയുന്നത്. താല്പര്യമുള്ളവർ അയ്യോ ആരൊക്കെയോ റിവ്യൂ ഇട്ട് പറഞ്ഞ് പോകാണ്ടിരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ബിക്കോസ് നിങ്ങൾ ഇൻട്രസ്റ്റഡാണ് ബാക്കിയുള്ള എൻ്റെ അടക്കം റിവ്യൂവിനേക്കാളും വാല്യൂ കൂടുതൽ. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കട്ടെ. ഇനി സ്പൈഡർമാൻ്റെ റിവ്യൂ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. വല്ലാത്തൊരു ഫീലാണ്, എന്താ പറയണ്ടേ. ഒന്നുകൂടി പറയാം, ഈ സിനിമയെ കുറിച്ച് ഇപ്പോഴും എൻ്റെ ടോട്ടൽ അഭിപ്രായം എന്താ മനസ്സിലാവാത്തവരോട്, ഇതൊരു പക്ക മാസ് കൊമേഴ്ഷ്യൽ എൻ്റർടൈനർ ലൈക്ക് വാരിസ് അല്ലെങ്കിൽ ലൈക്ക് വാരിസ്, ഭൈരവ അല്ലെങ്കിൽ എന്താ പറയുക മാസ്റ്ററൊക്കെ പോലത്തെ, മാസ്റ്റർമാർ ആ ലെവലല്ല, പക്ഷേ നമുക്ക് കൈയടിക്കാനും ചിരിക്കാനും കുറച്ച് ചിന്തിക്കാനുള്ള എലമെൻസൊക്കെ ഉള്ള ഒരു പക്ക കൊമേഴ്ഷ്യൽ സിനിമ. അതൊരു കണ്ടൻറ് വൈസോ അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമയായിട്ടൊന്നും വിചാരിക്കും, ഒരു ത്രില്ലർ അതൊന്നും പ്രതീക്ഷിച്ച് പോകരുത്. നിങ്ങൾ കുറേ കാലമായിട്ട് മിസ് ചെയ്തിരുന്ന ഒരു കൊമേഴ്ഷ്യൽ സിനിമേൻ്റെ ഫോർമുലുള്ള ഒരു സിനിമ. പിന്നെ പൂജ ഹെഗ്ഡെനെ കുറിച്ച് പറയാൻ മറന്നായി. പൂജ ഹെഗ്ഡെ നല്ല രീതിക്ക് ആക്ട് ചെയ്തിട്ടുണ്ട്.
ചെറിയ റോളാണെങ്കിലും നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സുനിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര പുഷ്പയിലെ വില്ലനാണ്. പുഷ്പയിൽ ശേഷം പിന്നെ പുള്ളി ഫുള്ള് സൈഡാണ്, പുഷ്പ 2-ലടക്കം. ഇതിലും അതേപോലെ തന്നെ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും കുഴപ്പമില്ല പറഞ്ഞ ക്യാരക്ടറാണ്. എന്തുകൊണ്ടാണ് ആൾക്ക് എപ്പോഴും ഇങ്ങനത്തെ ക്യാരക്ടർ ആൾ ചെയ്യുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. സോ അത്രേ ഉള്ളൂ. എല്ലാവരും കാണാൻ താല്പര്യമുള്ളത് തീർച്ചയായും കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും വിജയ് ഫാൻസിന് സാറ്റിസ്ഫൈ ചെയ്യും. കൊമേഴ്ഷ്യൽ സിനിമ ലവേഴ്സിന് ഈ സിനിമ ഒരു ട്രീറ്റായിരിക്കും.